വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ ടാർഗറ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് പ്ലെയർ ഉണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായിട്ടുള്ള ബോൺമൗത്തിന് വേണ്ടി കളിക്കുന്ന 26-കാരനായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് പ്ലെയർ മാർക്കസ് ടിവേർണിയർ എന്നതാണ് താരത്തിന്റെ പേര്. കറക്റ്റ് ഉച്ചാരണമാണോ എന്ന് അറിയത്തില്ല, ഞാൻ കേൾപ്പിച്ചു തരാം. മാർക്കസ് ടിവേർണിയർ എന്നാണ് തോന്നുന്നു. അപ്പോൾ മാർക്കസ് ടിവേർണിയറിനെ കുറിച്ച് പറയുമ്പോൾ താരത്ത് അസാധ്യ വെർസാലിറ്റി ഉള്ള പ്ലെയർ ആണ്. താരം മെയിൻ ആയിട്ട് കളിക്കുന്നത് ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലുമാണ്. രണ്ട് വിങ്ങിലും താരം കളിക്കും. എന്നാൽ വേണ്ടി വന്നാൽ അറ്റാക്കിംഗ് മിഡായിട്ടും സെന്റർ ഫോർവേഡ് ആയിട്ടും താരത്തിന് വേണമെങ്കിൽ കളിക്കാൻ കഴിയും. താരത്തിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് അവസാനത്തെ 4 മാച്ച് എടുക്കുമ്പോൾ ആദ്യം ഒരു അവസാനം കളിച്ചിട്ടുള്ളത് ബെൻഫോർട്ടിനെതിരെയാണ്, 0-0 സമനില. ഈ മാച്ചിൽ ഒരു ലെഫ്റ്റ് വിങ്ങർ ആയിട്ടാണ് ഈ ഒരു മാർക്കസ് ടിവേർണിയർ കളിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതിന് മുമ്പത്തെ മത്സരത്തിൽ ഒരു അറ്റാക്കിംഗ് മിഡായിട്ടാണ് സണ്ടർലാൻഡിനെതിരെ 1-1 സമനിലായ മത്സരത്തിൽ അറ്റാക്കിംഗ് മിഡായിട്ട് കളിച്ചിട്ടുണ്ട്, ഒരു അസിസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിന് മുമ്പത്തെ മാച്ച് നോക്കുമ്പോൾ ആ മാച്ച് വെസ്റ്റ് ഹാം യുണൈറ്റഡിനോട് 0-0 സമനിലയായിരുന്നു. ഈ ഒരു മാച്ചിൽ താരം ആദ്യ 11 കളിച്ചിട്ടില്ല, സെക്കൻഡ് ഹാഫിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എത്തിയിരുന്നത്. അതും ഒരു സെന്റർ ഫോർവേഡിന് പകരക്കാരനായിട്ടാണ് താരം എത്തുന്നത്. ആ ഒരു മാച്ചിന്റെ ക്ലിപ്പൊക്കെ ഞാൻ എടുത്ത് നോക്കിയായിരുന്നു. അതിൽ താരം ഒരു അറ്റാക്കിംഗ് മിഡ്, സെന്റർ ഫോർവേഡ്, ആ പൊസിഷൻ രണ്ടും മാറി മാറി കളിച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അതിന് മുമ്പത്തെ മത്സരം എന്ന് പറയുന്നത് ബ്രൈറ്റനെതിരെയാണ്. ഈ മാച്ചിൽ താരം കളിച്ചിട്ടുള്ള ഒരു റൈറ്റ് വിങ്ങർ ആയിട്ടാണ്, ഒരു ഗോളും സ്കോർ ചെയ്തിട്ടുണ്ട്. അവസാനം 4 മാച്ചിൽ 4 വ്യത്യസ്ത പൊസിഷൻ. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് താരം എത്രത്തോളം ആ ഒരു വെർസാലിറ്റി ആയിട്ടുള്ള പ്ലെയർ ആണ് എന്നത്. ആധുനിക ഫുട്ബോളിൽ വെർസാലിറ്റിക്ക് വലിയ പങ്കുണ്ട്. പല ടീമും ഇത് നോക്കിയിട്ട് പ്ലെയേഴ്സിന് ഇപ്പോൾ എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. 4-2-3-1 എന്ന ഫോർമേഷനിൽ ആ ഒരു 3 ഇല്ലേ, അറ്റാക്കിങ്ങിൽ വരുന്ന ആ 3, ലെഫ്റ്റ് വിങ്, റൈറ്റ് വിങ്, സെന്റർ അറ്റാക്കിംഗ് മിഡ്, ആ 3 പൊസിഷനിൽ വരുന്ന പ്ലെയേഴ്സ് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങോടെ അവരുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അസാധ്യ അറ്റാക്ക് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിഫൻസിലെ പ്ലെയേഴ്സിന് ഈസി ആയിട്ട് പൊസിഷൻ സ്വിച്ച് ചെയ്യാൻ പറ്റൂല. സെന്റർ ബാക്കിനും വിങ് ബാക്കിനും സ്വിച്ച് ചെയ്യാൻ പറ്റുമോ പൊസിഷൻ? ഇല്ല, അവർക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ വിങ്ങേഴ്സിനെ വിങ് ബാക്ക് നല്ല ക്വാളിറ്റി ഉള്ള വിങ് ബാക്ക് ആണെങ്കിൽ തൂക്കും. എത്ര ക്വാളിറ്റി ഉള്ള വിങ്ങർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ദോഷം മോശമാണെങ്കിൽ അവർ ഈസി ആയിട്ട് തൂക്കും. പക്ഷേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്ന പ്ലെയേഴ്സ് ആണെങ്കിൽ, ഈ 3 പൊസിഷനും മാറി മാറി കളിക്കുന്ന പ്ലെയേഴ്സ് ആണെങ്കിൽ ഒരിക്കലും കൂട്ടാൻ പറ്റത്തില്ല എന്നതാണ്. അപ്പോൾ അങ്ങനെ കളിക്കുന്ന കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. എടുത്തു പറയണമെങ്കിൽ ഇപ്പോൾ റാഫീഞ്ഞയെ പറയാം. റാഫീഞ്ഞ ഒരു റൈറ്റ് വിങ്ങർ ആണ്, പക്ഷെ അദ്ദേഹം ബാഴ്സയിൽ കളിക്കുന്ന ലെഫ്റ്റ് വിങ്ങിലാണ്. അറ്റാക്കിംഗ് മിഡായിട്ടും താരം കളിക്കും. ഒരേപോലെ ആ ഒരു 3 പൊസിഷൻ കൈകാര്യം. താരത്തിന്റെ ആ ഒരു ഹീറ്റ് മാപ്പ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ കണ്ടോ, എല്ലാ പൊസിഷനും താരം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കളിക്കുന്ന കുറേയേറെ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു പ്ലെയർ ആണ് ഈ ഒരു പ്ലെയർ. മാർക്കസ് ടിവേർണിയറിന്റെ ആ ഒരു ലൈവ് മാച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു യുണൈറ്റഡിനെതിരെയുള്ള മത്സരങ്ങൾ, അതുപോലെ തന്നെ സിറ്റിക്കെതിരെയുള്ള മത്സരങ്ങൾ, പിന്നെ ലിവർപൂളിനെതിരെയുള്ള മത്സരങ്ങൾ, ഇങ്ങനെ ഒരു ബിഗ് ടീമിനെതിരെയുള്ള ആ ഒരു മത്സരങ്ങളിൽ, ബോൺമൗത്തിന്റെ മത്സരങ്ങളിൽ ഈ ഒരു പ്ലെയറിന്റെ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ബിഗ് ടീമിനെതിരെ കളിക്കുന്ന സമയങ്ങളിൽ സാധാരണ ഈ ഒരു ചെറിയ ടീമിലെ അറ്റാക്കിംഗ് പ്ലെയേഴ്സിന് ബോൾ കിട്ടുന്നത് കുറവായിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബോൾ പൊസിഷൻ വെച്ച് കളിക്കുന്ന ടീമായിരിക്കുമല്ലോ വലിയ ടീമുകളൊക്കെ. അപ്പോൾ അവർക്ക് ബോൾ കിട്ടുന്നത് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് മൂവ്മെന്റ്സ് കുറവായിരിക്കും ഒരു മാച്ചിൽ. അപ്പോൾ നമ്മൾ ചെറിയ അവരുടെ ലെവലിലുള്ള ടീമുകളുടെ ഗെയിം കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാകത്തുള്ളൂ. അങ്ങനത്തെ ഗെയിം ഞാൻ കാണുന്നത് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലെയറിന്റെ കുറേ വിഷ്വൽസും കാര്യങ്ങളും ഞാൻ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ പോയി തപ്പി കണ്ടുപിടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫുൾ മാച്ച്, അതായത് ഈ ഇടയ്ക്ക് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്ലെയർ ഒരു ഗോൾ അടിച്ചിട്ടുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു, ബ്രൈറ്റനെതിരെയുള്ള മത്സരം. ആ ഒരു മാച്ചിന്റെ ആ ഒരു ഫുൾ മാച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വെബ്സൈറ്റിൽ കയറി. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരം ഒരു നല്ല പേസ് ഉള്ള ഒരു അറ്റാക്കിംഗ് പ്ലെയറാണ്. എല്ലാ പൊസിഷനും കളിക്കാൻ പറ്റുന്ന, നല്ല കൗണ്ടർ അറ്റാക്കിങ്ങിലെല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഒരു എവിടേക്ക് ഒരു ചെറിയ ബ്രസീലിയൻ ടച്ച് ഉള്ള പോലത്തെ ഒരു പ്ലെയർ ആണ്. കാരണം ചെറിയ ചെറിയ സ്കില്ലുകൾ, അത്രയും ഭയങ്കര ബ്രസീലിയൻ പ്ലെയർ അങ്ങനെയല്ല, ഇംഗ്ലീഷ് പ്ലെയർ ആണ്. പക്ഷെ ഒരു ചെറിയ സ്കില്ലുകൾ താരത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം താരത്തിന്റെ പേസ് എടുത്തു പറയേണ്ട കാര്യമാണ്. ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് താരം കൊടുക്കുന്ന ബോളുകളുണ്ടല്ലോ, താരത്തിന്റെ ഇടത് കാലിൽ നിന്ന് താരം കൊടുക്കുന്ന ആ ഒരു സ്വിച്ച് ഓവർ, ക്രോസ്, കട്ട് പാസ്, ത്രൂ ബോളുകൾ, ഇതൊക്കെ വേറെ ലെവലാണ്. താരം ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. നല്ല ഫിസിക്കുള്ള ഒരു പ്ലെയറാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫിസിക്ക് താരം യൂസ് ചെയ്യുന്നുണ്ട് അറ്റാക്കിങ്ങിലേക്ക് പോകുമ്പോൾ. താരത്തിന് ആ റണ്ണിങ്ങെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള റണ്ണിങ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല താരത്തിന് ഫ്രീ കിക്കും സെറ്റ് പീസും, അതായത് പെനാൽറ്റി, കോർണറൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ
എന്തുകൊണ്ടും ഒരു മുതൽക്കൂട്ടാണ് ഈ ഒരു പ്ലെയറിനെ ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ. നമ്മൾ സ്റ്റാറ്റ്സ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങനെ ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പേഴ്സണലി എനിക്ക് നോക്കുമ്പോൾ അത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ് ആയിട്ട് തോന്നുന്നില്ല. താരത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റിവിറ്റിയും അറ്റാക്കിങ്ങുമാണ്. ഡിഫൻസിലും മറ്റു കാര്യങ്ങളൊക്കെ താരം മോശമാണ്, പക്ഷെ ക്രിയേറ്റിവിറ്റി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ആ ഒരു രണ്ട് മേഖലയിലും മികച്ചതാണ്. അറ്റാക്കിംഗ് പ്ലെയറിനെ സംബന്ധിച്ച് അതാണല്ലോ വേണ്ടത്. അപ്പോൾ താരത്തിന്റെ ഫുൾ കരിയർ നോക്കുന്ന സമയത്ത് 316 മത്സരങ്ങൾ, 51 ഗോള്, 40 അസിസ്റ്റ് എന്നതാണ് കണക്ക്. 26 വയസ്സാണ് താരത്തിനായിട്ടുള്ളത്. ഒരു പക്ഷേ താരത്തിന്റെ ആ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ ഇനി ആയിരിക്കും പുറത്തു വരുന്നത്, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു യുണൈറ്റഡിന് പറ്റിയൊരു പ്ലെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. അല്ലാതെ യുണൈറ്റഡിന്റെ ഫസ്റ്റ് 11-ൽ എല്ലാ മത്സരങ്ങളിലും കളിപ്പിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് താരം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു ടാലന്റ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ്, നോ ഡൗട്ട്. അതിൽ 26 വയസ്സ് കൂടിയുള്ളൂ. അതുകൊണ്ട് തന്നെ 1-2 സീസൺ കഴിയുന്ന സമയത്ത് യുണൈറ്റഡിന്റെ ഫസ്റ്റ് 11-ൽ സ്ഥിര സാന്നിധ്യമായാലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ താരത്തിന്റെ ആ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് ജൂൺ 30, 2029 വരെയാണ്. ഇപ്പോൾ താരത്തിന് സ്വന്തമാക്കണമെങ്കിൽ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മിനിമം 40 മില്യൺ പൗണ്ടെങ്കിലും ബോൺമൗത്തിന് നൽകേണ്ടി വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. 40 മില്യൺ പൗണ്ട് എന്ന് പറയുന്നത് അത്രയും മോശമായിട്ടുള്ളൊരു എമൗണ്ട് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ്. ലെഫ്റ്റ് വിങ്, റൈറ്റ് വിങ്, ഇങ്ങനെ വിങ്ങേഴ്സിനൊക്കെ ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയമാണ്. വലിയ രീതിയിൽ പൈസ ഇറക്കേണ്ടി വരും ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ എടുക്കണമെങ്കിൽ. അത് മാത്രമല്ല താരം നല്ല വെർസാലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. അറ്റാക്കിങ്ങിൽ ഏത് പൊസിഷനിലും താരത്തെ ഒരേപോലെ കളിപ്പിക്കാൻ പറ്റും. സബ്ബായിട്ട് ഇറക്കുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്ലെയറിനും, അറ്റാക്കി കളിക്കുന്ന ഏത് പ്ലെയറിനെ മാറ്റിയിട്ട് ഈ ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനത്തെ ഒരു കോച്ചിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് ഈ ഒരു പ്ലെയറിനെ യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. 40 മില്യൺ പൗണ്ട് ഒരു വലിയ തുകയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. അറ്റാക്കിംഗ് പ്ലെയേഴ്സ് അല്ലേ, ഡിഫൻസിലേക്കൊക്കെ വരികയാണെങ്കിൽ ഓക്കെ, പക്ഷെ അറ്റാക്കിങ്ങിലേക്ക് ഇതൊരു വലിയ പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല ആസ്റ്റൺ വില്ല, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് തുടങ്ങിയ ടീമിനും താരത്തിൽ ചെറിയൊരു താല്പര്യമുണ്ട് എന്ന് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹ്യൂജ് പൊട്ടൻഷ്യലുള്ള വേറെ ലെവലിലേക്ക് വരാൻ പറ്റുന്ന പ്ലെയർ ആണ് എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ആളുടെ കയ്യിൽ ഇറുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് സാധനമുണ്ട്, കളിയുണ്ട്. നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലെയറിന്റെ പേര് അടിച്ചിട്ട് യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ നോക്കാം. അത്യാവശ്യം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് താരം നടത്തിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഒരു മത്സരത്തിൽ താരം ഒരു ഷൂട്ട് അടിച്ചിട്ടുണ്ട്, കിടിലൻ ഒരു ഷൂട്ട്. പക്ഷെ പോസ്റ്റ് അടിച്ച് പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് ലൈവ് കണ്ടിട്ടുണ്ടായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ടൈപ്പ് പ്ലെയർ ആണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു, അതായത് ക്രിയേറ്റിവിറ്റി, അതാണ് മെയിനായിട്ട് പറയേണ്ട കാര്യം. അതാണ് താരത്തിൻ്റെ ലെഫ്റ്റ് ഫൂട്ടിൽ നിന്ന് താരം കൊടുക്കുന്ന ക്രോസുകൾ, സ്വിച്ച് ഓവേഴ്സ് ഗെയിം തന്നെ ചേഞ്ച് ചെയ്യുന്ന സാധനമാണ്. കാരണം അത്രയും പ്രഷറായിട്ട് പാസ് ചെയ്ത് ഒരു 5-6 പ്ലേയേഴ്സ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ബോൾ ക്യാരി ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ഒരു ഫ്രീ സ്പേസിൽ നിൽക്കുന്ന ഒരു പ്ലെയറിലേക്ക് ഒരു ബോൾ ഈസി ആയിട്ട് കറക്റ്റ് ആക്യുറസിയിൽ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ബ്രില്യൻനെസ് ആണ്. ഏത് കോച്ചിനും അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഈസി ആയിട്ട് ആ ഒരു പ്ലെയറിന് എന്തെങ്കിലും അവിടെ ഒരു ക്രിയേറ്റിവിറ്റി ചെയ്യാൻ കഴിയും എന്നതാണ്. അപ്പോൾ ഈ ടൈപ്പ് ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആണ് ഈ ഒരു പ്ലെയർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കി വെച്ചിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്, അതായത് അവരുടെ സ്ക്വാഡ് സ്ട്രെങ്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വേറെ ലെവൽ സംഭവം തന്നെയാണ്, വേറെ ലെവൽ ഒരു ഓപ്ഷൻ തന്നെയാണ്. താരത്തിന്റെ പെർഫോമൻസിലേക്ക് വരാം. 26 മാച്ചസ് ആണ് ഈ സീസണിൽ കളിച്ചിട്ടുള്ളത്, 6 ഗോളും 4 അസിസ്റ്റും. അതായത് ഗോൾ സ്കോറിങ്ങും അതുപോലെ തന്നെ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിന് താരം ഒരു ബാലൻസ് കീപ്പ് ചെയ്യണുണ്ട്. മൊത്തം ഒരു 10 ഗോൾ കോൺട്രിബ്യൂഷനെ നൽകിയിട്ടുള്ളൂ 26 മാച്ചിൽ നിന്ന് പ്രീമിയർ ലീഗിൽ. അതും താരം കളിക്കുന്നത് ബോൺമൗത്ത് പോലെ ഒരു ടീമിലുമാണ്. അപ്പോൾ വലിയൊരു ടീമിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു സ്റ്റാറ്റ്സ് ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. വലിയ ടീം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ കുറേ പേര് വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാകാതെ പോയതാണ്. ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ എല്ലാ ടീമിൻ്റെയും മാച്ച് കാണുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് വലിയ ടീമിൻ്റെ മത്സരങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഒരു 6 ടീം, അതുപോലെ തന്നെ ലാ ലീഗിൽ ഒരു 3 ടീം, ബുണ്ടസ് ലീഗിലും അതുപോലെ തന്നെ മറ്റേ ഫ്രഞ്ച് ലീഗിലും ഓരോ ടീം വീതം. ബുണ്ടസ് ലീഗിൽ വേറെ 2 ടീമുണ്ട്, അത് വിടുക. അപ്പോൾ പിന്നെ സീരിയയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു 5-6 ടീം വരും. അപ്പോൾ ഇവരുടെയൊക്കെ മാച്ചസ് അങ്ങനെ ഒന്ന് കാണാം. അല്ലാതെ എല്ലാ ചെറിയ 2 ടീമുകളുടെ മാച്ച് എനിക്കറിയത്തില്ല, ഞാൻ അത് കാണാറില്ല. കാരണം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്
ഈ ഒരു ബേൺലി, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ടീം, ഒരു ചെറിയ ടീം, ബേൺലിയും ഒരു ബെൻഫോർട്ട് ആയിട്ടുള്ള രണ്ട് ടീം, ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക സണ്ടർലാൻഡും ആ ഒരു നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, ഇവർ തമ്മിലുള്ള മത്സരങ്ങളൊക്കെ എങ്ങനെ കാണാനാണത്? എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനത്തെ മാച്ചസ് കാണാറില്ല. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട്. അല്ലാതെ ചെറിയ ടീമെല്ലാം മോശമാണ് അങ്ങനെയൊന്നുമല്ല. നന്നായിട്ട് പെർഫോം ചെയ്ത ചെറിയ ടീമിന്റെ മാച്ചസ് ഒക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. ലെവർകൂസൻ ഫാബിയുടെ കീഴിൽ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫാബിയുടെ കീഴിൽ കളിക്കുമ്പോൾ മാക്സിമം മാച്ച് ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ട്. എന്തിന് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു അവർ കളിച്ചിരുന്നത്. അപ്പോൾ അതുപോലെയാണ് ഞാൻ, അതായത് നോർമലി ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണും. അതിപ്പോൾ ഏത് ടീമാണെങ്കിലും ഞാൻ കാണും. എൻ്റെ ഒരു ഫുട്ബോൾ കോൺസെപ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബിലോ. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേർക്ക് ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, അത് കമൻറ്റിൽ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതെൻ്റെ തെറ്റാണ്. ഞാൻ പറഞ്ഞ രീതി ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാനത് മാറ്റാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു പ്ലെയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാർക്കസ് ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് സെറ്റാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ബോൾ.